വീഡിയോ എടുക്കണേ പറ്റി നിന്റെ അഭിപ്രായം എന്തോ? നിനക്ക് തന്നെ ഫോട്ടോഷൂട്ട് എടുക്കണ്ടോ? ഞാൻ കാണിച്ചു തരടി. അനമ്മയുടെ അഭിപ്രായം പറയും. ഗുഡ് മോർണിംഗ്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്നൊരു ഫുൾ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചു, ഒരു വ്ളോഗായിട്ട്. കാരണം വേറെ ഒന്നല്ല, അടുത്ത ആഴ്ച മുതൽ ഞങ്ങൾ ട്രെയിനിങ്ങിന് വേണ്ടി ഹിമാചൽ പ്രദേശിൽ പോകും. അപ്പോൾ അതിന് മുന്നോടിയായിട്ടൊരു പ്രാക്ടീസ് എന്നോണം ഇന്നത്തെ ദിവസം ഞാൻ ഫുൾ വീഡിയോ എടുക്കാൻ പോവാണ്. കാണാം. നമ്മൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളുമായിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇവർക്ക് ഇവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കാനായിട്ട് എന്തൊക്കെ പൊക്കി പിടിച്ചു. ബാക്കിൽ ലൈറ്റ്സ്മാനെ കാണിക്കും. ലൈറ്റ്സ്മാൻ അവിടെ ഉണ്ട്. അപ്പൂനോടൊപ്പം അപ്പോൾ നമ്മൾ ഇന്ന് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ റൂമിലെ കുട്ടികളുടെ ഫോട്ടോഷൂട്ടായിരുന്നു. അവരുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ അവരുടെ ശനിയാഴ്ച ആയതുകൊണ്ട് അവർക്ക് ഫോട്ടോ എടുക്കാൻ പോയതാണ്. ഇനി അതിനേക്കാളും പ്രധാനമായിട്ട് ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാരി വരുന്നുണ്ട്. കൂട്ടുകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലാണ്. 5 കൊല്ലത്തിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. അതായത് ലാസ്റ്റായിട്ട് കണ്ടത് മാർച്ച് 20, 2020. അതായത് കൊറോണ ഔട്ട്ബ്രേക്കിന് തൊട്ട് മുന്നേ നല്ല തുടങ്ങിയപ്പോൾ ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടു, പാലാ ബ്രില്യൻ്റിൽ. അപ്പോൾ അതിനുശേഷം പിന്നീട് കൊറോണ ഒക്കെ മാറിയിട്ട് അവരൊക്കെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പഠിക്കാൻ പോയി. ഇവള് തിരുപ്പതി ഐസറിൽ പോയി, ഞാൻ തിരുവനന്തപുരത്ത് വന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് കാണാൻ പോകുന്നത്. അവൾ ഇങ്ങോട്ട് വരും. അവളൊരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ തിരുവനന്തപുരത്ത് വന്നതാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് ഇങ്ങോട്ട് വരുമെന്ന്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകും, ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകും, അതൊക്കെ തന്നെ. അപ്പോൾ പാക്കലം. ഫൈനലി ആഫ്റ്റർ 4 years ഞാൻ ഇത്രയ്ക്ക് ഭംഗിയൊന്നുമില്ലടി. അതെ, എന്നിട്ട് നീ എത്തിയില്ല. സത്യം ഞങ്ങള് പഴയ ഫ്രണ്ട്സിനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. 2.5 കൊല്ലം ഇവിടെ ഞങ്ങൾ ഇപ്പോൾ ഗാഥയ്ക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ കൂട്ടുകാരി. എന്നിട്ട് വേണം കഴിക്കാൻ പോവാനായിട്ട്. കാണാം. അയ്യോ മെർലിൻ, നിന്നെ പറ്റി പറഞ്ഞേ ഉള്ളൂ. നമ്മളിപ്പോൾ സംസമിന്ന് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട്, പാളയം സംസമിന്ന് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചിരിക്കണ്ട നീ, പാർട്ട് ഓഫ് മെമ്മറി. അതെ. അപ്പൊ നമ്മൾ ബസ്സിലിരിക്കുകയാണ്. സമയം 1 മണി കഴിഞ്ഞു. ഇവിടെ സമയം 1:07. അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം. നമ്മളപ്പോൾ പാളയം സംസാരിക്കുന്നൊക്കെ നമ്മൾ ക്യൂ നിൽക്കുകയാണ്. ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്, സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്, സീറ്റ് ഒഴിയാനനുസരിച്ച്. അത്രയ്ക്ക് തിരക്കുണ്ട് കേട്ടോ. നിനക്ക് പറ്റില്ല? ഏയ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ വല്ല പറയണോ നിനക്ക്? മീൻസ് ടേസ്റ്റ് ചെയ്യാൻ നോക്കാൻ മതിയോ? ടേസ്റ്റ് മതിയോ? ടേസ്റ്റ് ചെയ്യാൻ അന്നേരം കുറച്ചല്ലേ കാണും. ഇപ്പം നമ്മൾ സംസമിൽ സീറ്റ് കിട്ടി. അങ്ങനെ അവസാനം നമ്മളിങ്ങനെ മെനു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഹുസ്നമുമ്മ. അതെ, പരതിക്കൊണ്ടിരിക്കുകയാണ്, പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്. അങ്ങനെ ഞങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം. നമ്മുടെ ഷവായ മന്തി വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ സംസമിലെ ഷവായ വന്നിട്ട് ടേസ്റ്റ് നോക്കേണ്ട കാര്യമല്ലോ. ടേസ്റ്റുള്ളതാണ്. എന്നാലും മൈനീസിനെ നോക്കി റൈസൊക്കെ കൂട്ടി കുഴച്ച് എങ്ങനെയാണ് പറയും? എന്തടി എങ്ങനെയുണ്ട് ഹുസ്നമുമ്മ? അതെ, തിരുപ്പതിയിൽ വെജിറ്റേറിയനും കഴിച്ച് വാരണാസിയിൽ വെജിറ്റേറിയൻ കഴിച്ച് ജീവിച്ചിരുന്ന കുട്ടിയാണ്. അതെ. അപ്പോൾ നമ്മളിപ്പോൾ
മ്യൂസിയത്തിലെത്തിയിട്ട് നമ്മുടെ കൂടെ കൃഷ്ണ. യാ, ഞങ്ങൾ പാലയിൽ ഒരാളെയും കൂടി കെട്ടിയിട്ടുണ്ട്. യെസ്, ഞങ്ങള് മ്യൂസിയത്തിൽ കേറാണ്ട് ഇവിടെ പുല്ലിൽ വന്ന് കുറെ നേരമായി മലന്നും തിരിഞ്ഞും കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു. ഇപ്പൊ നമ്മൾ സംസാരിച്ചിരിക്കുന്നു. യെസ്, വൈബാണ് വല്ലാണ്ട്. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ പ്രധാന പരിപാടികൾ കഴിഞ്ഞു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഹുസ്ന പോണത് പെട്ടെന്നായിരുന്നു, ബസ് കണ്ട് പോയതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ തിരിച്ചതാ ഹോസ്റ്റലിൽ എത്തി. അത്രയൊക്കെ തന്നെയുള്ളൂ. ഇന്ന് പോയപ്പോൾ നല്ല കോലത്തിലൊന്നല്ല പോയത്, നല്ല വൃത്തിയുടെ കോലത്തിൽ തന്നെയാണ് ഞങ്ങൾ പോയത്. എന്താ ഒന്നും മുഖത്തൊന്നും മേക്കപ്പ് കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു, ബോഡിയും ഉണ്ടായിരുന്നു. പിന്നെ മണ്ണിൽ കിടന്ന് ഉരുളൊക്കെ ചെയ്തു. നല്ല രീതിയിൽ ടാനൊക്കെ അടിച്ചിട്ടുണ്ട്. എന്താ പറയുക, ഇനി ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ടൈം എടുക്കും, അത് വേറെ കാര്യം. എന്തായാലും അടിപൊളി ദിവസമായിരുന്നു. എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫുഡാണെങ്കിലും അല്ലാത്ത സമയമാണെങ്കിലും അല്ലേ കേസ്. അതെ, എന്താ പിന്നിൻ്റെ ക്യാമറയുടെ പിന്നിൽ കേസാണുള്ളത്. അവള് തല ആട്ടിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഇനിയും ഇങ്ങനൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.